ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ്. വളരെ സവിശേഷതകൾ ഉള്ള ഒരു ക്ഷേത്രമാണ് ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഐതിഹ്യ പെരുമകൾ കൊണ്ടും അത്യപൂർവങ്ങളായ ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ടും സവിശേഷമായ ഒരു ക്ഷേത്ര സങ്കേതമാണ് ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഇവിടുത്തെ പ്രത്യേകത എന്തെന്നാൽ ഏറ്റവും വലിയ ചതുർബാഹു വിഗ്രഹം, സുബ്രഹ്മണ്യ സ്വാമിയുടെ ഏറ്റവും വലിയ ചതുർബാഹു വിഗ്രഹം, അതുപോലെ ഏറ്റവും വലിയ സ്വർണ്ണ കൊടിമരം, 28 കോൽ 18 അങ്കുലമാണ് ഇതിൻ്റെ ഉയരം. പിന്നെ ഒരു കലണ്ടർ വർഷത്തിൽ 3 കൊടിയേറ്റ് ഉത്സവങ്ങൾ, അങ്കുരാതി, ധ്വജാതി, പടഹാതി എന്നിങ്ങനെ പേരിലുള്ള 3 കൊടിയേറ്റ് ഉത്സവങ്ങൾ, പിന്നെ കമനീയമായ കൂത്തമ്പലം, ഇവയൊക്കെയാണ് ഇതിൻ്റെ സവിശേഷതകൾ. സുബ്രഹ്മണ്യ സ്വാമിക്ക് പുറമെ ഉപദേവാലയങ്ങളായി ഗണപതി, ഗോശാല കൃഷ്ണൻ, ദക്ഷിണാമൂർത്തി, അയ്യപ്പൻ, നാഗദൈവങ്ങൾ, കുരുതിക്കാമൻ, യക്ഷിയമ്മ എന്നീ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട്. ഇവിടുത്തെ ഉത്സവങ്ങൾ ചിങ്ങം, ധനു, മേടം എന്നീ മാസങ്ങളിലാണ് നടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് മേടമാസത്തിൽ നടക്കുന്ന ഉത്സവത്തിനാണ്. അതായത് ഉത്സവത്തിൻ്റെ എല്ലാം പ്രൗഢിയോടും കൂടി നടക്കുന്നത് മേടമാസത്തിൽ ഉത്സവമാണ്. കലാപരിപാടികളും എല്ലാം മേടമാസത്തിലെ ഉത്സവത്തിനാണ് കാണാൻ സാധിക്കുക. മറ്റുത്സവങ്ങൾ കൊടിയേറ്റ് നടക്കുമെങ്കിൽ ഉത്സവ ചടങ്ങുകൾ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. കലാപരിപാടികളും ഒന്നും തന്നെ കാണുകയില്ല. വലുപ്പത്തിൽ 3-ാം സ്ഥാനമാണ് ഇവിടുത്തെ കൂത്തമ്പലത്തിനുള്ളത്. തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രം, ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രം ഇവ കഴിഞ്ഞാൽ ഏറ്റവും വലിയ കൂത്തമ്പലമാണ് ഹരിപ്പാടുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഏറ്റവും വലിയ കൂത്തമ്പലമുള്ള ക്ഷേത്രവും ഇതാണ്. ഇവിടുത്തെ കൂത്തമ്പലത്തിൻ്റെ നിർമ്മാണ രീതി വളരെ ആകർഷകമാണ്. യക്ഷിയമ്മയുടെ വാൽക്കണ്ണാടി വിധാനത്തിലുള്ള പ്രതിഷ്ഠയും ദാരുശില്പങ്ങളാൽ അലങ്കൃതവുമാണ് ഇവിടുത്തെ കൂത്തമ്പലം. അരങ്ങിൻ്റെ മധ്യഭാഗത്തായി ബ്രഹ്മദേവൻ്റെയും അഷ്ടദിക്പാലകരുടെയും ശില്പങ്ങളും ആലേഖനം ചെയ്തിട്ടുണ്ട്. കൂടാതെ ഭാഗവത ചരിതങ്ങളായ ശ്രീകൃഷ്ണാവതാരം, കുചേലഗതി, ഭൂതനാമോഷം എന്നീ ശില്പങ്ങളും ഇവിടെ കൂത്തമ്പലത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൂത്തമ്പലം ജീർണാവസ്ഥയിലാണ്. അത് ജീർണാവസ്ഥ മാറ്റി കൂത്തമ്പലം നവീകരിക്കുന്നതിനായി ക്ഷേത്രോപദേശക സമിതിയും ദേവസ്വം ബോർഡും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിപുരാതനവും അതിവിശിഷ്ടവുമായ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാകയാൽ ഇതിനെ തെക്കൻ പഴനി എന്നും അറിയപ്പെടുന്നുണ്ട്. ഇവിടുത്തെ ഭഗവാനെ ഹരിഗീതപുരേശൻ എന്നാണ് അറിയപ്പെടുന്നത്. ദിവസവും 5 പൂജകളും 3 ശീവേലിയുമാണ് ഇവിടുത്തെ പടിത്തരം പ്രകാരമുള്ള ചടങ്ങുകൾ. കൂടാതെ ഷഷ്ടിവ്രതം, തൈപ്പൂയം എന്നിവയും വളരെ ആഘോഷപൂർവമായി ആചരിക്കാറുണ്ട്. ഷഷ്ടിവ്രതം എടുക്കാനും തൈപ്പൂയത്തിന് കാവടി എടുക്കാനും നിരവധി ഭക്തരാണ് ഇവിടെ എത്തുന്നത്. ഹരിപ്പാട് ക്ഷേത്രത്തെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചറിഞ്ഞ വിവരങ്ങളാണ് നിങ്ങളുമായിട്ട് ഇതുവരെ പങ്കുവച്ചത്. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി എത്തുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.